മതം, അതായത് ദൈവവിശ്വാസം, അതൊരു വ്യക്തിപരമായ കാര്യമാണ്. നിങ്ങളുടെ മനസ്സിൽ കരുത്ത് നൽകുന്നതാണ് ദൈവവിശ്വാസമെങ്കിൽ അത് നിങ്ങൾക്കാവാം. പക്ഷേ വേറൊരുത്തനെ ദ്രോഹിക്കാനാണ് നിങ്ങളത് ഉപയോഗിക്കുന്നതെങ്കിലാണ് അഭിപ്രായ വ്യത്യാസമുണ്ടാവുന്നത്. നമ്മൾ പൂർണ്ണമായിട്ടും ഒരു ദൈവത്തിനും അടിമയാവരുത്. എന്തിനും ഏതിനും ഇങ്ങനെയുള്ള അദൃശ്യ ശക്തിയെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ കോമൺ സെൻസ് നിങ്ങൾക്ക് ഉപയോഗിച്ചുകൂടെ? നമുക്കാവുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ച് വേണം നമ്മൾ ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ മതവും ഒരു കച്ചവടവുമായി വളർന്ന് പന്തലിക്കുകയാണ്. ഈ കാലത്തും എന്തെങ്കിലും അസുഖം വന്നാലും എന്തെങ്കിലും പ്രശ്നം വന്നാലും ആൾദൈവങ്ങളുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ആൾദൈവം, ബാബ, അങ്ങനെ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ അടുത്തേക്കാണ് പോകുന്നത്. പനിയാണെങ്കിലും മറ്റേതാണെങ്കിലും മറിച്ചതാണെങ്കിലും ഒക്കെ നമ്മൾ പോകുന്നത്. അവർ നമ്മൾ എവിടോട്ടാണ് പോകണ്ടേ? പനിയാകുമ്പോൾ ഹോസ്പിറ്റലിൽ പോകണം. അതായത് ആ മന്ത്രവാദികളെ പോയി കണ്ടിട്ട് എന്ത് സാധിക്കാനാണ്? അതും ഒരു പ്രത്യേകതരം മതമായി വളരുവാണ് അന്ധവിശ്വാസം എന്ന് പറയുന്ന മതം. നിങ്ങളുടെ മുമ്പിലേക്ക് 4 പേര് കടന്നു വരുന്നു. 2 പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനമായി വരുന്നു, 2 പേര് വടിവാളുമായിട്ട് വരുന്നു. ഇതിനകത്തിൽ ആരാണ് ക്രിസ്ത്യൻ, ആരാണ് ഹിന്ദു, ആരാണ് മുസ്ലിം, ആരാണ് മറ്റു മതക്കാരെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നമുക്ക് തിരിച്ചറിയാൻ ഒരിക്കലും സാധിക്കില്ല. ഈ ലോകത്ത് 2 തരത്തിലുള്ള ആളുകളേ ഉള്ളൂ: നല്ലത് ചെയ്യുന്നവർ, ചീത്തത് ചെയ്യുന്നവർ. അല്ലാതെ മതങ്ങൾ കൊണ്ട് നമ്മൾ വേർതിരിക്കുന്നു. ഈ കഥകളാണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. മതമല്ല വലുത്, മനുഷ്യനാണ് വലുത് എന്ന് പറഞ്ഞ് വളർത്തുമ്പോഴാണ് നമുക്ക് നമ്മുടെ കുട്ടികളും നല്ല വ്യക്തികളായി വളരാൻ സാധിക്കും. എൻ്റെ നിങ്ങളുടെ മതം മനുഷ്യ സ്നേഹമാവണം. മതത്തിൻ്റെ പേരിൽ തമ്മിലടിക്കാൻ നിന്നാൽ നമ്മുടെ ഭൂമിയിൽ പിന്നെ മനുഷ്യൻ കാണില്ല.